ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ നേരവേലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവനം സൂക്ഷിക്കുവാൻ വലിയവനായ ദൈവം സഹായിച്ച അവിടുത്തെ കൃപയ്ക്കായി തിരുനാമത്തെ സ്തുതിക്കുന്നു. നമ്മുടെ അല്പസമയത്ത് ചിന്തയ്ക്കായി 2 വാക്യങ്ങൾ വായിക്കുന്നു. യെരമ്യാ പ്രവചനം 2-ാം അധ്യായം 32-ാം വാക്യം. ഒരു കന്യക തൻ്റെ ആഭരണങ്ങളും ഒരു മണവാട്ടി തൻ്റെ അരക്ക ചെയ്യുമാർക്കുമോ? എന്നാൽ എൻ്റെ ജനം എണ്ണമില്ലാത്ത നാളായി എന്നെ മറന്നിരിക്കുന്നു. 50-ാം സങ്കീർത്തനം 22-ാം വാക്യം. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, പിടിയിപ്പാൻ ആരുമുണ്ടാകുകയുമില്ല. ദൈവത്തെ മറക്കുന്നവർ, ഇത് വളരെ വിചിത്രമായി പലർക്കും തോന്നാം. ഞങ്ങൾ ദൈവത്തെ മറക്കുന്നില്ലല്ലോ എന്ന് പറയാം. ശരിയായി നോക്കിയാൽ നമുക്കത് കാണും, നമുക്കത് അനുഭവിക്കും, അത് തെളിയും. എന്താണ് ദൈവത്തെ മറക്കുക എന്ന് പറഞ്ഞത്? അതെന്താണ്? അതിന് ലക്ഷണമെന്താണ്? ദൈവത്തെ നിന്ദിക്കുക, ദൈവം ഒന്ന് ഓർത്തുമോത്തിയിരിക്കാതിരിക്കുക. അതല്ല, ദൈവത്തിൻ്റെ വഴികളെ മറക്കുക, ദൈവത്തിൻ്റെ നാമത്തെ തുച്ഛീകരിക്കുക, ദൈവം ചെയ്ത നന്മകളെ മറക്കുക. ഈ 103-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യ വാക്യം, മേന്മയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ എൻ്റെ വിശ്രാമത്തെ വാഴ്ത്തുക, എന്ന മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഒരാൾ നമുക്ക് ചെയ്ത കാര്യങ്ങൾ നാം മറക്കുന്നുവെങ്കിൽ അത് ആളിനോട് കാണിക്കുന്ന അവഗണനയാണ്. അപ്പോൾ നാം ശാന്തമായി ഇന്ന് നോക്കിയാൽ യെരമ്യാ പറയുന്നു, എൻ്റെ ജനം എണ്ണമില്ലാത്ത നാളായി എന്നെ മറന്നില്ല. തെളിവ് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് അനുഭവത്തിലുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. ദൈവത്തെ മറക്കുന്നവർ 50-ാം സങ്കീർത്തനത്തിൽ ചില കട്ടിയായിട്ടാണ് പറഞ്ഞത്, ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും. ദൈവപ്രവൃത്തിയെ മറക്കുന്ന 78-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്. ഇതെല്ലാമായിട്ടും അവർ പിന്നെയും പാപം ചെയ്തു. 32-ാം വാക്യം, 78-ാം സങ്കീർത്തനം 32-ാം വാക്യം. അവൻ്റെ അത്ഭുത പ്രവൃത്തികളെ വിശ്വസിച്ചതുമില്ല. ഇതെല്ലാമായിട്ടും അവർ പിന്നെയും പാപം ചെയ്തു, അവൻ്റെ അത്ഭുത പ്രവൃത്തികളെ വിശ്വസിച്ചതുമില്ല. താഴോട്ട് വരുമ്പോൾ നമുക്ക് അത് താഴോട്ടുള്ള വാക്യങ്ങളിലെല്ലാം അതുകൊണ്ട് അത് മാത്രം 35-ാം വാക്യത്തിൽ ദൈവം തങ്ങളുടെ പാറയെന്നും അത്യുന്നതനായ ദൈവം തങ്ങളുടെ വീണ്ടെടുപ്പാരെന്നും അവർ ഓർക്കുമെന്ന് പറയുമ്പോൾ മറന്നിരുന്നല്ലേ ഓർക്കുന്നേ സാഹചര്യങ്ങൾ വരുമ്പോൾ. അപ്പോൾ ദൈവത്തെ മറക്കുന്ന സ്വഭാവം ഞാൻ പറഞ്ഞല്ലോ. റോമാലേഖനം 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ ദൈവം നോർത്ത മോത്തീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി എന്ന വാക്യം മിക്കവാറും ഞാൻ ഉദ്ധരിക്കാറുണ്ട്. ദൈവത്തോട് നന്ദി കാണിക്കുന്നില്ലെങ്കിൽ, ദൈവപ്രവൃത്തികളെ നാം മറന്നാൽ, ദൈവം നടത്തിയ വഴികളെ മറന്നാൽ, ദൈവം ചെയ്ത നന്മകളെ മറന്നാൽ, അതിൻ്റെ അർത്ഥം നാം ദൈവത്തെ മറക്കുന്ന, അവൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു. മലാക്കി 1-ാം അധ്യായത്തിൽ അവൻ തൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്നവരോട് ദൈവം ഇടപെടുന്നത് കാണാം. എന്താണ് ഈ ദൈവത്തിൻ്റെ പ്രത്യേകത? എന്താ? അത് മലാക്കി 1-ാം അധ്യായത്തിലുണ്ട്. ഞാൻ സർവ്വഭൂമിക്കും മഹാരാജാവല്ലോ, അവൻ്റെ നാമത്തിന് തുല്യമായൊരു നാമമില്ലല്ലോ. തന്നെ ന്യായകാധിപതിയും അടുത്ത് കൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായ നിത്യനായ ദൈവം, അത്യുന്നതനായ ദൈവം, ആ നാമത്തെ യെരമ്യാ പറയുന്നത് എൻ്റെ ജനം മറന്നിരിക്കുന്നു. അപ്പോൾ മറക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? എൻ്റെ ഓർമ്മയിൽ നിന്നത് പോയി, ഞാനൊരു വിഷയം മറന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ചിന്തയിൽ നിന്ന് അത് പോയി. മാത്രമല്ല മറ്റൊന്ന് അതിൻ്റെ സ്ഥാനത്ത് വന്നു, അതിൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നു, അത് അവിടെ വിട്ടുപോയി. എന്നിട്ട് മറ്റൊന്ന് എൻ്റെ ഓർമ്മയിൽ വന്നു, വേറൊരു വസ്തു എൻ്റെ സ്ഥാനം ഏറ്റെടുത്തു. മാത്രമല്ല അതിൻ്റെ അർത്ഥം ഞാൻ ഒരിക്കലേ അതിനെക്കുറിച്ച് കേട്ടു, ഇപ്പോൾ എൻ്റെ ഓർമ്മയിലില്ല, അല്ലെങ്കിൽ ഒരിക്കൽ അതിനെക്കുറിച്ച് കേട്ടതാണ്, അറിഞ്ഞതാണ്, അത് ഞാൻ അറിഞ്ഞതാണ്, പക്ഷേ ഇപ്പോൾ എൻ്റെ ചിന്തയിലില്ല. യെരമ്യാവ് പറഞ്ഞതാ, എൻ്റെ ജനം എന്നെ മറന്നു.
ആ 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം വായിച്ചാൽ എൻ്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിൻ്റെ ഉറവായ എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. ഇതാണ് എന്നെ വിട്ടു, ജീവജലത്തിൻ്റെ ഉറവായ എന്നെ വിട്ടിട്ട് പൊട്ടക്കിണറുകളെ കുഴിച്ചിരിക്കുക. എന്നാൽ ദൈവത്തിൻ്റെ ഇടയ്ക്ക് നോക്കിയാൽ നാം കാണുന്നതൊക്കെ ഇതല്ലേ. പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, ഭക്തിയുടെ വേഷമുണ്ട്, ഭക്തിയുടെ പ്രകടനങ്ങളുണ്ട്, ഇതൊക്കെയുണ്ട്, യോഗമുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ടതൊന്നുമില്ല. അതൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നു. അല്ല പോയി ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഒരു കാലത്ത് അറിഞ്ഞതാണ്. ഇന്ന് അതിനൊന്നും സ്ഥാനമില്ല. അതെല്ലാം പോയി. പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഓർമ്മയിൽ വ്യത്യാസം ഉണ്ടാകും, ഇല്ലെന്ന് പറയുന്നില്ല. എനിക്കും ചെറുപ്പമായിരുന്നപ്പോൾ നല്ല ഓർമ്മ, വാക്യങ്ങളെല്ലാം നന്നായിട്ട് ഓർത്ത് ഒരു വള്ളി പോലും തെറ്റാതെ ഞാൻ പറയുമായിരുന്നു. പക്ഷേ സ്ട്രോക്ക് വന്നതിന് ശേഷം അതുപോലെ പഴയതുപോലെ എൻ്റെ ഓർമ്മ നിൽക്കുന്നില്ല. തലച്ചോറിലെ ചില കോശങ്ങൾക്കൊക്കെ തകരാറ് പറ്റി കാണണം, ഇല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കത്തില്ലല്ലോ. അപ്പോൾ മറവി എല്ലാവരും പറയാറുണ്ട്, അയ്യോ ഇപ്പം എനിക്ക് വലിയ മറവിയാണ്. ഞാൻ സന്ദർഭവശാൽ പറയട്ടെ, ഈ കഴിഞ്ഞിടയ്ക്ക് ഒരിക്കൽ റീഡേഴ്സ് ഡൈജസ്റ്റിൽ ഒരു കാലത്ത് വർഷങ്ങൾക്ക് മുൻപ് ഞാനത് വായിക്കുമായിരുന്നു. അപ്പോൾ അന്ന് വായിച്ച ഒരു സംഭവം ഓർമ്മ വന്നു. സിംഗപ്പൂർ എയർപോർട്ടിൽ വെച്ച് നടന്നതാണ്. ഒരു കുടുംബം എയർപോർട്ടിൽ വന്നു. വിദേശ രാജ്യത്തു നിന്ന് വന്നതാണ്. അവർ എല്ലാം കഴിഞ്ഞ് ഇത് ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് അവർ പുറത്തിറങ്ങി തങ്ങളുടെ പെട്ടികൾ കളക്ട് ചെയ്തു ഹോട്ടലിലോട്ട് പോയി. അവിടെ എങ്ങനെ എല്ലാം റിലാക്സ്ഡായിട്ട് ഹോട്ടലിലിരിക്കുമ്പോൾ എന്തോ നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നത്. അവർ ഉടനെ ഒരു കാര്യം മനസ്സിലായി, ഒരിക്കലും മറക്കരുതാത്ത ഒന്നിനെ അവർ മറന്നു. ഇത് ഞാൻ വായിച്ച എൻ്റെ ഓർമ്മയിൽ ഒരിക്കലും ഇത് പോകത്തില്ല. എൻ്റെ ഓർമ്മ എന്താണെന്നറിയാം, അവരൊരു കുഞ്ഞുണ്ടായിരുന്നു. ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളെ അവർക്കുള്ള ഒരു കാട്ടിലിരുത്തിയാണല്ലോ അവരെ ഉന്തിക്കൊണ്ട് വരിക. അപ്പം നമ്മുടെ നാട്ടിലും അതൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെ അവിടെ കൊണ്ട് അവർ ഒരു ഭാഗത്ത് ഇറക്കി വെച്ചേച്ച് വെട്ടി എല്ലായിടത്തും അവരങ്ങ് പോയി. ചിന്തിക്കാൻ പറ്റുമോ? അയ്യോ എൻ്റെ കുഞ്ഞ് തല നിലവിളി തുടങ്ങി. പെട്ടെന്ന് എയർപോർട്ടിൽ വിളിക്കുന്നു, എന്തിനു പറയുന്നു, ആകെ വേണം. എന്നാലും അവർ തിരിച്ചു വന്നു. കുഞ്ഞ് സുരക്ഷിതമായിട്ട് അവരിലുണ്ടായിരുന്നു. അതിനെയും കൂട്ടിക്കൊണ്ട് അവർ പോയി. നോക്കണേ, ഒരിക്കലും. അപ്പം ഞാൻ പറഞ്ഞത്, ഞാൻ അത്ര പ്രധാനപ്പെട്ടൊന്നും മറക്കില്ലെന്ന് പലരും പറയാനുണ്ടല്ലോ. ചില സാധാരണ വിദേശത്ത് മകൻ പോകുമ്പോഴോ മകള് പോകുമ്പോഴോ ഒക്കെ ഞാൻ മിക്കവാറും ഓർപ്പിക്കും, പാസ്പോർട്ട് എടുത്തോ, ടിക്കറ്റ് കയ്യിലുണ്ടോ. ഞാൻ ഒരു കാര്യത്തിനടുത്ത് പോയി. അവിടെ ചെന്നപ്പോഴാണ് നോക്കുന്നതിന് പോക്കറ്റ് തപ്പയും പേഴ്സില്ല. മിണ്ടാതെ ഇങ്ങനെ തിരിച്ചു പോകുന്നു. കാരണം കാശ് കയ്യിലില്ല, രേഖയൊന്നും കയ്യിലില്ല, മിണ്ടാതെ ഇങ്ങ് പോകുന്നു. ഇതുപോലെ എല്ലാവർക്കും സംഭവിക്കാറുണ്ട്, മറവി. പക്ഷേ ഇവിടെ പറയുന്നേ, എൻ്റെ ജനം എണ്ണമില്ലാത്ത നാളായി എന്നെ മറന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, മറന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എൻ്റെ ഓർമ്മയിൽ നിന്ന് പോയി, മറ്റൊന്ന് അതിൻ്റെ സ്ഥാനം ഏറ്റെടുത്തു. എനിക്കത് ഒരു കാലത്ത് അറിയാമായിരുന്നു, ഞാൻ അറിഞ്ഞതാണ്. എന്നാൽ ഇപ്പോൾ അതില്ല. ഞാൻ അറിഞ്ഞതാണ്. പ്രിയമുള്ളവരെ, നാം അറിഞ്ഞ, അനുഭവിച്ച, നമ്മെ നടത്തിയ നമ്മുടെ കർത്താവിനെ നാം മറന്നു പോകുന്നെങ്കിൽ അതുപോലെ നിർഭാഗ്യകരമായ അവസ്ഥ വേറെയില്ല. എന്താണ് ദൈവത്തെ മറക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇവിടെ സംഘത്തിൽ പറഞ്ഞു, ദൈവത്തെ മറക്കുന്നവരെ ദോർത്തോളൂ. അത് ഭയങ്കര വലിയൊരു വാണിംഗായിട്ട് കൊടുത്ത്. മറക്കുമെന്നുള്ളതുകൊണ്ടാണല്ലോ പറഞ്ഞത്. മാത്രമല്ല, ആവർത്തന പുസ്തകത്തിൽ അടിക്കടി ഇസ്രായേലിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, മറക്കരുത്, ഓർത്തുകൊള്ളുക. ഓരോ കാര്യം പറയുമ്പോഴും മറക്കരുത്, ഓർത്തുകൊള്ളുക. ആവർത്തന പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ വായിക്കുമ്പോൾ കാണും, മറക്കരുത്, ഓർത്തുകൊള്ളുക. ചില ദൈവത്തെ മറക്കുന്നതിൻ്റെ ചില അടയാളങ്ങൾ പുസ്തകത്തിൽ നിന്ന് കാണുമ്പോൾ നമ്മളും അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. എണ്ണമറ്റ നാളായി എൻ്റെ ജനവിനെ മറന്നിരിക്കുന്നു എന്ന് അവിടെ പറഞ്ഞിരിക്കെ എന്തൊക്കെയാണ് ദൈവത്തെ മറക്കുന്നതിൻ്റെ ലക്ഷണം? എന്തൊക്കെയാണ്?
മറക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ദൈവത്തിലുണ്ടെങ്കിൽ നമുക്കത് കാര്യം മനസ്സിലാക്കാൻ സഹായിക്കുമല്ലോ. രമ്യപ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ എൻ്റെ 2-ാം ഭാഗം, അതുകൊണ്ട് നീ നിന്റെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ചതും എൻ്റെ ഭയം നിനക്കില്ലാതിരിക്കുന്നതും എത്ര ദോഷവും കയ്പും ആയല്ലോ എന്ന് അറിഞ്ഞ് കണ്ടുകൊള്ളുക എന്ന സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ദൈവഭയം നഷ്ടപ്പെടും. ആ അദ്ദേഹത്തിനാണല്ലോ എൻ്റെ ജനം എണ്ണമില്ലാത്ത നാളായി എന്നെ മറന്നു എന്ന് വായിച്ചത്. ഒന്നാമത്തെ ലക്ഷണം ദൈവത്തെ മറക്കുന്നു എന്നതിൻ്റെ ലക്ഷണം ദൈവഭയം നമുക്കില്ലാതാകും. നമുക്ക് പാട്ട് കാണും, പ്രാർത്ഥന കാണും, വാചലമായി പ്രസംഗിക്കും, ഉല്ല പ്രകടനങ്ങൾ. ദൈവഭയം നമ്മുടെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെടും. അവരോട്, ഇസ്രായേലിനോട് അതാ പറയുന്നത്, എൻ്റെ ഭയം നിനക്കില്ലാതിരിക്കുന്നതും എത്ര ദോഷവും കയ്പും ആയല്ലോ എന്ന് അറിഞ്ഞ് കണ്ടുകൊള്ളുക. ദൈവഭയം നമുക്കില്ലെങ്കിൽ, നമ്മുടെ സംസാരത്തിൽ ദൈവഭയം നമുക്കില്ലെങ്കിൽ, പെരുമാറ്റത്തിൽ ദൈവഭയമില്ലെങ്കിൽ, ഇടപാടിൽ ദൈവഭയമില്ലെങ്കിൽ, നമ്മുടെ പ്രവർത്തന മേഖലകളിൽ ദൈവഭയമില്ലെങ്കിൽ, അത് നഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പാണ് നാം ദൈവത്തെ മറന്നു. നമുക്കെല്ലാം ഉണ്ട്, പല കാര്യങ്ങളും. ഞാൻ ആരാന്നറിയാമോ എന്നുള്ള ചോദ്യമൊക്കെ പലരും വേറൊരു കാര്യം പറയാറുണ്ട്. എൻ്റെ പണ്ടായിരുന്നെങ്കിൽ, ഞാൻ പഴയ ആളായിരുന്നെങ്കിൽ പഴയ കാലത്തെ ഓർക്കും. കൃപയാൽ ഇപ്പോൾ ദൈവം ദാനത്തെ മറക്കും. ഇതാ നമ്മുടെ മണ്ഡലത്തിൽ, ആത്മീയ മണ്ഡലത്തിൽ പൊതുവേ കടന്ന പ്രവണതയാണ് ദൈവഭയം നഷ്ടപ്പെടുന്നു. ജോസഫ് പാപത്തെ അതിജീവിച്ചത് ദൈവഭയം കൊണ്ടാണ്. നെഹമ്യാവ് ഇസ്രായേലിന് ഭാരമാകാതിരുന്നത് ദൈവഭയം നിമിത്തമായി ഞാൻ ചെയ്തില്ല എന്ന് പറയുന്നു. ഞാൻ ഇരിക്കുന്നു, എഴുന്നേൽക്കുന്നു, നീ അറിയുന്നു. ഞാൻ അടിക്കടി ഉദ്ധരിക്കുന്ന ഒരു വാക്യമുണ്ട്, 119 സംഗീതത്തിൽ, നിങ്ങളുടെ ഭയം നിമിത്തം എൻ്റെ ദേഹം രോമാഞ്ചം കൊള്ളുന്നു. സംഗീതക്കാരൻ പറഞ്ഞതാണ്, നിങ്ങളുടെ ഭയം നിമിത്തം. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ ഭയം, ദൈവഭക്തി നമുക്ക് നഷ്ടപ്പെടുന്നെങ്കിൽ നാം എത്ര വലിയ വിവാദിയാണെങ്കിലും, എത്ര വലിയ പ്രസംഗനാണെങ്കിലും, എത്ര കലാപരിപാടി നടത്തിയാലും ദൈവത്തെ മറക്കുന്നവരാണെന്ന്. മാത്രമല്ല, യെരമ്യാപ്രവചനം 2-ാം അധ്യായം 11-ാം വാക്യം, ഒരു ജാതി തൻ്റെ ദേവന്മാരെ മാറ്റിയിട്ടുണ്ടോ? ആ ദേവന്മാരില്ലാതാനും എന്നാൽ എൻ്റെ ജനം തൻ്റെ മഹത്വമായവനെ പ്രയോജനമില്ലാത്തതിന് പകരം മാറ്റിക്കളഞ്ഞിരിക്കും. വെച്ച് മാറുക, എക്സ്ചേഞ്ച്. അതിൻ്റെ ബാക്കിയാണ് 13-ാം വാക്യത്തിൽ, എൻ്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. ഈ വെള്ളത്തിന് ഉറവായ എന്നെ മറന്നു, പൊട്ടക്കിണറുകളെ കുറിച്ച്, വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളെ കുറിച്ചിരിക്കുന്നു. അതിനെക്കുറിച്ച് പറയാൻ പോയാൽ ഞാൻ ഒത്തിരി പറയേണ്ടി വരും. ശൗല് അമാലേക്കിനെ നിഗ്രഹിച്ച് മടങ്ങി വന്ന് അതിലെ കൊടുത്തതും നല്ലതും ഒക്കെ പിടിച്ചുകൊണ്ട് മടങ്ങി വന്ന സമയത്ത് ശമൂവേൽ വന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ശൗല് തന്നെ ന്യായീകരിക്കുന്നു. അവിടെ പല കാര്യങ്ങളും പാപം ചെയ്തു സമ്മതിക്കുകയില്ല. ഇല്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ യാഗത്തിനുണ്ടെന്ന്. സ്വഭാവമല്ല പ്രശ്നം, വിശുദ്ധിയല്ല പ്രശ്നം, അനുസരണമല്ല പ്രശ്നം, അതൊന്നുമല്ല പ്രശ്നം. ശമൂല് ചോദിക്കുന്നു, അനുസരിക്കുന്ന യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്ന മുട്ടാടുകളെ മനസ്സിനേക്കാൾ നല്ലതിൽ യഹോവയ്ക്ക് പ്രസാദമാണെന്ന് പറഞ്ഞപ്പോൾ അവൻ അപ്പോഴും യാഗം കഴിക്കാൻ കൊണ്ടുവന്നു. ഇതുപോലെ തന്നെ ആത്മീയ മണ്ഡലത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഭൗതിക നേട്ടങ്ങളും സ്ഥാനമാനങ്ങളും ദൈവഭക്തിക്ക് പകരം വെച്ചുമാറിയെങ്കിൽ ദൈവത്തെ മറന്നർത്ഥം. ദൈവകൽപ്പന അനുസരിക്കുന്നതിൽ അധികമായി മറ്റെന്തിനിടം കൊടുക്കുന്നോ അതിൻ്റെ അർത്ഥം ദൈവത്തെ മറന്നെന്നാണ്. ഇത് ഉൾക്കൊള്ളാൻ അല്പം ബുദ്ധിമുട്ടാണ്. ഇതാ എക്സ്ചേഞ്ചിൻ്റെ കാലമാണല്ലോ. പഴയത് കൊണ്ടുപോകാം, പുതിയത് കൊണ്ടുപോകാം എന്ന് പറയുന്ന പോലെ എക്സ്ചേഞ്ച്, ദൈവത്തെയും വെച്ചു മാറി. അപ്പോൾ നമ്മൾ കർത്താവിന് പകരമായി എന്തിനെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ആ ദൈവം നിന്നാണെന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കും. ദൈവസ്ഥലത് വില പോകത്തില്ല. അടുത്തത് യെരമ്യാവ് 2:5. മൂന്നാമത് എനിക്ക് പറയാനുള്ളത്, യഹോവ പ്രകാരമല്ല ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ വിട്ടകന്ന് മിഥ്യാമൂർത്തികളോട് ചേർന്ന് വ്യർത്ഥന്മാരായി തീരുവാൻ തക്കവണ്ണം
അവർ എന്നിൽ എന്തൊരു അന്യായം കണ്ടു. എണ്ണമറ്റ നാളായി എന്നെ മറന്നിരിക്കുന്നു പറഞ്ഞാൽ മൂന്നാമത് സംഭവിക്കുന്നതെന്നറിയാവും. പ്രയോജനമില്ലാത്തവരായി മാറുന്നു. ദൈവത്തിന് പ്രയോജനമില്ലാത്തവരായി. 2 രാജാക്കന്മാർ 17-ാം അധ്യായം 15-ാം വാക്യത്തിലും ഇതേപോലെ പ്രയോഗം കാണാം. അവർ മായയെ പിന്തുടർന്ന് വ്യർത്ഥന്മാരായി തീർന്നു. വ്യർത്ഥന്മാർ, ഒന്നിനും കൊള്ളാത്തവർ. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ എൻ്റെ വാക്യം ഉദ്ധരിച്ച് ഞാൻ ഓർക്കും. തീത്തോസ് ലേഖനം 1-ാം അധ്യായം 16-ാം വാക്യം. അവർ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നുവെങ്കിലും തങ്ങളുടെ പ്രവൃത്തികളാൽ ദൈവത്തെ നിഷേധിക്കുന്നു. അവർ അറയ്ക്കത്തക്കവരും അനുസരണം കെട്ടവരും യാതൊരു നിലകാരത്തിനും കൊള്ളാത്തവരും സൽപ്രവൃത്തികൾ മുൻപിലായിരിക്കാനാണ് ദൈവവചനം പറയുന്നത്. ഇന്നോ ഭിന്നതയും അസൂയയും കലക്കവും വഴക്കും വക്കാണവും ലൂപിസവും വടംവലിയും കുതികാൽവെട്ടും എന്തെല്ലാം വേണ്ടാത്തെല്ലാം ഉണ്ടോ അതെല്ലാം എടുത്തകത്ത് വെച്ച് എല്ലാം കൃപയാന്നാ പറയുന്നേ. ഇതിന്റെ അർത്ഥം എന്താ? തങ്ങളുടെ ദൈവത്തെ മറന്നുന്ന. ദൈവഭയം ഉണ്ടെങ്കിൽ ഇതൊന്നും ഉള്ളിൽ വരികയില്ല, ഒന്നും വരികയില്ല. ദൈവഭയം നഷ്ടപ്പെടുന്നു, വെച്ചുമാറൽ പ്രക്രിയയിലേക്ക് പോകുന്നു. പകരം വിശുദ്ധിക്ക് പകരം പ്രസിദ്ധി, ദൈവകൃപയ്ക്ക് പകരം മാനുഷികമായ ജിബിക്സ്, ആത്മശക്തിക്ക് പകരം ജടിക മാർഗങ്ങളുള്ള ആശ്രയം എല്ലാം വെച്ചുമാറി. എന്നിട്ട് പറയുക കർത്താവ് കൂടണമെന്ന്. പ്രയോജനരഹിതരായി പോകുന്നു, വ്യർത്ഥന്മാരായി, യൂസ്ലെസ് ആയി പോകുന്നു. നമ്മെ കൊണ്ട് എത്രയോ മഹത്തായ കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യാനുണ്ട്. തന്നെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി മഹത്വം എടുക്കാനല്ലേ കർത്താവ് ആഗ്രഹിക്കുന്നേ. പക്ഷേ എന്തുകൊണ്ടത് വെളിപ്പെടുന്നില്ല? നാം വ്യർത്ഥന്മാരാണ്. കാരണം നാം എക്സ്ചേഞ്ചിന് പോയി ദൈവത്തെ മറന്നു. മാത്രമല്ല ദൈവത്തെ മൗക്തീകരിക്കുന്നില്ല. റോമാലേഖനം 1-ാം അധ്യായം 21-ാം വാക്യം. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മൗക്തീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങൾ വ്യർത്ഥരായി തീർന്നു. ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മൗക്തീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങൾ, തങ്ങളുടെ ഇമാജിനേഷനിൽ, സങ്കല്പങ്ങളിൽ അവർ ഒന്നിനും കൊള്ളാത്തവരായി തീർന്നു, വ്യർത്ഥരായി തീർന്നു. അപ്പൊ ദൈവത്തോട് നന്ദി കാണിക്കുന്നില്ലല്ലോ. പുറവുറുപ്പുകാരും ആവലാതിക്കാരും യൂദാലേഖനത്തിലുള്ള വാക്യമാണത്. പിറുപിറുപ്പ്, ആവലാതി, ഗതിയെക്കുറിച്ച്, തങ്ങളുടെ ഗതിയെക്കുറിച്ച് മാത്രം പറയുന്നവർ ദൈവത്തോട് നന്ദി കാണിക്കുന്നില്ല. ദൈവത്തെ ദൈവമെന്നോർത്ത് അവന്റെ നാമത്തിന് മഹത്വം കൊടുക്കുന്നില്ല. 96-ാം സംഗീതത്തിൽ നിന്നുകൊണ്ടല്ലോ യഹോവയ്ക്ക് അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പിൻ. മറ്റാർക്കും അതിന് അർഹതയില്ലല്ലോ. ഇന്നോ മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നന്ദി കാണിക്കുക, നന്ദിയുള്ളവരായിരിക്കും. ദൈവത്തോട് നന്ദി കേട്ട, ദൈവത്തോട് പിറവെടുക്കുമ്പോൾ, നമ്മുടെ പോക്കിനെ ദൈവത്തെ കുറ്റപ്പെടുത്തുമ്പോൾ, ദൈവസ്ഥനിൽ നാം വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകുമ്പോൾ ദൈവത്തോട് നന്ദിയുള്ളവരല്ലോ. മാത്രമല്ല വേറെ നല്ല വാക്യങ്ങളുണ്ട്. യശയ്യാപ്രവചനം 51-ാം അധ്യായം 13-ാം വാക്യം. ആകാശത്തെ വിരിച്ച് ഭൂമിയുടെ അടിസ്ഥാനം ഇട്ടവനായി നിന്റെ സൃഷ്ടാവായ യഹോവയെ നീ മറക്കയും പീഡകൻ നശിപ്പിക്കാൻ ഒരുങ്ങി വരുന്നു എന്ന് വെച്ച് അവൻ്റെ ക്രോധം നിമിത്തം ദിനം പ്രതി ഇടപെടാതെ പേടിക്കുകയും ചെയ്യുന്നത് എന്താ? ഇന്നാ നല്ലൊരു ശതമാനം വിശ്വാസികൾക്കും ദൈവത്തെക്കാൾ ഭയം പിശാചിനെയാണ്. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ദൈവത്തെക്കാൾ ഭയം പിശാചിനെയാണ്. പുറകോട്ട് നോക്കിയാൽ നടപ്പ്. മിസ്രൈമിൽ വന്ന ഇസ്രായേൽ മക്കളുടെ അവരെ ചെങ്കടലിൽ കടക്കുന്നതിന് മുൻപ് അവർ പീഹീരോത്തിലാണ് പറയുന്നത്. അവിടെ വെച്ച് മുന്നോട്ട് പോകുന്ന മോശ പറയുമ്പോൾ അവർ പോകുന്നില്ല. അപ്പോൾ ദൈവം മോശയോട് ചോദിക്കുന്ന, മോശെ എന്നോട് നിലവിളിക്കുന്ന എന്ത്? കാരണം ജനത്തിനൊരു ഫറവോന്റെ സൈന്യം പുറകെ വരിക. ഫറവോന്റെ സൈന്യത്തിനും ഫറവോന്റെ രഥങ്ങൾക്കും ചെങ്കലിനും ഇടയ്ക്ക് ഞങ്ങൾ എങ്ങോട്ട് പോകും? അവരെ കണ്ടപ്പോൾ പുറകോട്ട് നോക്കി ഫറവോൻ വരുന്നത് കണ്ട് ഭയപ്പെട്ടു. ദൈവം ഒഴികെ മറ്റെന്തിനെങ്കിലും ഒരു വിശ്വാസി ഭയപ്പെടുന്നെങ്കിൽ അവൻ പുറകോട്ടാണ്. അവൻ ശത്രുവിനെ
അതിൻ്റെ അർത്ഥം സൃഷ്ടാവിനെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആകാശത്തെ വിരിച്ച് ഭൂമിയുടെ അടിസ്ഥാനമിട്ടവനായ നിന്റെ സൃഷ്ടാവായ യഹോവയെ നീ മറക്കുകയും പീഡകൻ നശിപ്പിക്കാൻ വരും. കഴിഞ്ഞ ദിവസവും പലപ്പോഴും ഞാൻ നേരിടുന്ന പ്രശ്നമാണ്. എന്നോട് ഒരാൾ ചോദിച്ച ഒരു കാര്യം പറയാം. എൻ്റെ സ്ട്രോക്കുമായുള്ള ബന്ധത്തിലാണ്. മെഡിസിൻ എടുക്കുന്നതിൽ എന്താ തെറ്റ്? ഞാൻ പറഞ്ഞു ഒരു തെറ്റുമില്ല, എനിക്ക് വേണ്ട. ഞാൻ പറഞ്ഞു ഞാൻ എത്ര നാളെ ഈ ഭൂമിയിൽ ഇരിക്കണമെന്ന് എൻ്റെ സൃഷ്ടാവിനറിയാം, എന്നെ വിളിച്ചവനറിയാം. അവൻ തരുന്ന ദിവസം മതി എനിക്ക്. എൻ്റെ സമയം കഴിയാതെ എൻ്റെ ദൈവം എന്നെ എടുക്കത്തില്ല. പിന്നെ എന്തിനാ ഞാൻ പേടിക്കുന്നു? മാത്രമല്ല നമ്മളെല്ലാം പാടും ഇന്ന് എനിക്ക് വന്ന് നേരിടുന്നതെല്ലാം സന്നിഹിതമാണെന്ന് ഞാൻ അറിയുന്നു എന്ന് പാടും. പക്ഷേ സന്ദർഭം വരുമ്പോൾ അവനെ മറക്കും. അല്ലെങ്കിൽ ശത്രുവിന് ആവശ്യമില്ലാത്ത അമിത പ്രാധാന്യം കൊടുക്കും. അങ്ങനെ കൊടുക്കുന്നതിൻ്റെ അർത്ഥം ഇതാണ്, ദൈവത്തെ മറക്കുന്നത്. 5-6 കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞായിരുന്നു. അത് 1, 2, 3, 4 എന്ന് പറയാത്തത് കൊണ്ട് അത്ര കാര്യമായിട്ട് എടുക്കത്തില്ല. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. ദൈവഭയം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തെ മറക്കുന്നു എന്നർത്ഥം. വെച്ചുമാറൽ സ്വഭാവം നമ്മുടെ അല്ലെങ്കിൽ ആത്മീയമായി ദൈവമായതിന് വെച്ചുമാറൽ സ്വഭാവം നമുക്കുണ്ടെങ്കിൽ ദൈവത്തെ മറന്നതാണ്. പ്രയോജനരഹിതരായി നാം മാറുന്നെങ്കിൽ, വ്യർത്ഥരായി നാം മാറുന്നെങ്കിൽ, വ്യർത്ഥമായി ചിന്തിക്കുന്നെങ്കിൽ, വ്യർത്ഥമായി പ്രവർത്തിക്കുന്നെങ്കിൽ, ഞാൻ ഈ വാക്യം കൂടെ ഒന്ന് വായിച്ചേക്കാം. ഞാൻ പറഞ്ഞു വിട്ടു. 2 രാജാക്കന്മാർ 17-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. എന്നാലും ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു വിട്ടേക്കാം. ഇസ്രായേൽ രാജ്യത്തെക്കുറിച്ച് അവരെ അടിമയായി പോയ സമയത്ത് സംഭവിച്ച ഒരു അനുഭവമാണ്. 2 രാജാക്കന്മാർ 17-15. അവൻ്റെ ചട്ടങ്ങളെയും അവരുടെ പിതാക്കന്മാരോട് അവൻ ചെയ്ത നിയമത്തെയും അവർ നിരസിച്ച് കളഞ്ഞു. അവർ വ്യാജത്തെ പിന്തുടർന്നു, വ്യർത്ഥന്മാരായി തീർന്നു. അവർ വ്യാജത്തെ പിന്തുടർന്നു, വ്യർത്ഥന്മാരായി തീർന്നു. യൂസ്ലെസ്, ഒന്നിനും കൊള്ളാത്തവരായി തീർന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഞാൻ ദൈവത്തെ മറക്കുന്നു. അതല്ല, ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വീകരിച്ചില്ലെങ്കിൽ, അവൻ്റെ സ്ഥാനം മറ്റെന്തെങ്കിലും എടുക്കാൻ നാം അനുഭവിച്ചാൽ നാം അവനെ മറക്കുകയാണ്. മാത്രമല്ല, ദൈവത്തോട് നന്ദി കാണിക്കേണ്ടതുപോലെ നന്ദി കാണിച്ചില്ലെങ്കിൽ നാം നമ്മുടെ ദൈവത്തെ, സൃഷ്ടാവായ ദൈവത്തെ മറക്കുകയാണ്. മാത്രമല്ല, ശത്രുവിനെ ദൈവത്തെക്കാൾ പ്രാധാന്യം കൊടുക്കുന്നെങ്കിൽ വായിലൊരു പക്ഷേ ദൈവം ഒന്നായിരിക്കും, പ്രവൃത്തിയിൽ സാഹചര്യങ്ങൾ ശത്രുവിനാണ് പ്രാധാന്യമെങ്കിൽ നാം നമ്മുടെ ദൈവത്തെ മറക്കുകയാണ്. ഒന്ന് ചിന്തിച്ച് നോക്കണേ. ദൈവത്തെ അങ്ങനെ ചെയ്താൽ നമുക്ക് എന്താ സംഭവിക്കുക? സാക്ഷി യിരെമ്യാവ് 2-ാം അധ്യായം ഒന്ന് മനസ്സിരുത്തി വായിക്കണം. അതിൻ്റെ ആരംഭത്തിൽ കാണാം, ഇസ്രായേൽ യഹോവയുടെ വിശുദ്ധവാൻ നീ യൗവനത്തിലെ ഭക്തിയും വിവാഹ നിശ്ചയം ചെയ്ത നാളിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. ദൈവം പറയുന്നതാണ്, ഇസ്രായേൽ യഹോവയ്ക്ക് വിശുദ്ധമായിരുന്നു. അതുപോലെ നാം കർത്താവിനെ കണ്ടെത്തിയ നാളുകളിൽ അവനോട് പരമാർത്ഥ പുലർത്തി യേശു മാത്രം മതിയെന്ന് നാം പറഞ്ഞെങ്കിൽ ആ വിരുദ്ധമായി തുറന്നുള്ള ജീവിതത്തിൽ മറ്റ് പലതും നമ്മുടെ ജീവിതത്തിൽ കയറുവാൻ നാം അനുവദിച്ചെങ്കിൽ, കർത്താവിനുള്ള ഭക്തി നഷ്ടപ്പെട്ടെങ്കിൽ, വേണ്ട ലോകം ഇമ്പം എന്ന് പറഞ്ഞിട്ട് ലോകത്തുള്ള പലതിനെയും, ലോക സ്നേഹത്തെയും, ലോകത്തിലെ ഇൻപങ്ങളെയും, ലോകത്തിലെ ധനത്തെയും, വളഞ്ഞ വഴികളെയും, ആശാവശങ്ങളെയും നാം എടുത്തെങ്കിൽ നമ്മുടെ ദൈവത്തെ നാം മറന്നു. നാം പ്രയോജനകരമായെങ്കിൽ ദൈവാത്മാവിന് നമ്മെ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെ കാര്യം കഷ്ടം. നാം ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുന്നില്ലെങ്കിൽ ദൈവത്തെ മറന്നെന്നർത്ഥം. ദൈവത്തോട് നന്ദി കെട്ട ജീവിതമാണ് നമ്മളതെങ്കിൽ ദൈവത്തെ മറന്നെന്നർത്ഥം. നമ്മുടെ ദൈവത്തെക്കാൾ വലുതായി പിശാചിനെ കാണുകയും നമ്മുടെ ദൈവത്തെ ബലഹീനാക്കുകയും ചെയ്യുന്ന സ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നാം ദൈവത്തെ മറന്നെന്നർത്ഥം.
ഞാൻ അതല്ലേ പറഞ്ഞ അർഷീകേസായാൽ പുറകിൽ നിന്ന് ഫറവോനും സൈന്യവും കൊണ്ട് രഥങ്ങളും വരുന്നു. അപ്പോഴേക്കും അവർ പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. കാരണം അവരുടെ കണ്ണ് മുന്നിലോട്ടല്ല, പുറകോട്ടാണ്. ഇന്ന് നല്ലൊരു ശതമാനം വിശ്വാസികൾ ഇങ്ങനെ നടക്കുന്നത്, കണ്ണ് പുറകോട്ട്. വിചാരിനെ വലുതായി കാണുന്ന, ശത്രുവിൻ്റെ പ്രവൃത്തികളെ വലുതായി കാണുന്ന ഗുരമായ അവസ്ഥ. ഈ സ്ഥിതി നമ്മളുണ്ടെങ്കിൽ ദൈവം പറയുന്നു, ഇവിടെ എരുമയാലും പറഞ്ഞ് എത്ര ദോഷവും കൈക്കൊള്ളുവായെന്ന് ഓർത്തുകൊള്ളുക, നിന്ന് ദൈവത്തെ മറന്നത് എൻ്റെ ഭയം നിനക്കില്ലാത്തത്. സങ്കീർത്തനത്തിൽ പറയുന്നു, ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ കീറി. അപ്പോസ്തലൻ പറഞ്ഞു, ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന എങ്ങനെയല്ലോ. 12-ാം അധ്യായത്തിന് അവസാനത്തിൽ പറയുന്നു, ദൈവജനമേ, ദൈവത്തെ മറക്കാതെ ദൈവഭക്തിയുള്ളവരായി, ദൈവത്തോട് നന്ദിയുള്ളവരായി, വിനയമുള്ളവരായി, വിശ്വാസമുള്ളവരായി, ആശ്രയമുള്ളവരായി, വിശുദ്ധരായി, നിർമ്മലരായി അവനെ മറന്ന് കൂടി പറഞ്ഞു, എൻ്റെ ജനം 2 ദോഷം ചെയ്തു. ജീവനുള്ള വെള്ളത്തിൻ്റെ ഉറവയായി മറന്നു. എന്നിട്ട് തങ്ങൾക്ക് പൊട്ടക്കിണറുകളെ കുറിച്ച്, വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളെ കുറിച്ച് നാമും പലപ്പോഴും അങ്ങനല്ലേ ചെയ്യുന്നത്. ഈ അവസ്ഥ നമുക്ക് വരാതിരിപ്പാൻ ദൈവത്തെ ദൈവമെന്നോർത്ത്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ജീവൻ കൊടുത്തവനെ, നമ്മെ സ്നേഹിച്ചവനെ, നമുക്ക് വേണ്ടി പരമയാഗമായവനെ സേവിച്ച് മാനിച്ച്, അവനെ സ്നേഹിച്ച്, അവനോട് പറ്റിയിരുന്നു, അവൻ്റെ കൃപയിൽ ആശ്രയിച്ച് നാം ജീവിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതം ഭാഗ്യമാകും. വലിയവനായ ദൈവം അത് നമ്മെ സഹായിക്കട്ടെ. നമ്മെ ആരെക്കുറിച്ചും അവൻ ദൈവത്തെ മറന്നുകളഞ്ഞവനാണെന്ന് പറയാൻ ഇടവരുതേ. താൻ സൂക്ഷിക്കുക. നമ്മുടെ ദൈവത്തെ ദൈവമെന്നോർത്ത്, ദൈവം നടത്തിയ വഴികളോർത്ത്, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കാതെ നമ്മുടെ ഓർമ്മയിൽ നിന്ന് അവൻ മാത്രം ഒരിക്കലും അകല. മറ്റെന്ത് നമുക്ക് നഷ്ടപ്പെട്ടാലും നമ്മുടെ ദൈവത്തിന് നാം ആദ്യയിൽ കണ്ടവനെ, അല്ലെങ്കിൽ നമ്മെ ആദ്യം സ്നേഹിച്ചവനെ അന്ത്യത്തോളം മുറുകെ പിടിച്ച് അവൻ്റെ സ്നേഹത്തിൽ ജീവിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവെ, സ്നേഹവനായ സ്വർഗ്ഗപിതാവേ, ദൈവത്തെ മറക്കുന്നവരെ കുറിച്ച് ചിന്തിപ്പാൻ ഞങ്ങൾക്കൊരു അവസരം തന്നെ. അങ്ങനെ മറക്കുന്നത് എന്താണെന്നും എന്തെല്ലാം ലക്ഷണങ്ങൾ ഞങ്ങളുണ്ടെങ്കിൽ അതിനർത്ഥം ഞങ്ങൾ അങ്ങേ മറന്നതാണെന്നും ചിന്തിപ്പാൻ ഞങ്ങൾക്കിടയായല്ലോ. കർത്താവെ, അങ്ങേ മറന്ന് അങ്ങയുടെ ശിക്ഷാവിധി വാങ്ങിക്കാതെ അങ്ങേ ദൈവമെന്നോർത്ത് മോത്തീകരിച്ച് നന്ദി കാണിച്ച് വിനയമുള്ളവരായി, ഭക്തിയുള്ളവരായി, അങ്ങേ പൂർണ്ണമായി സ്നേഹിച്ച് അങ്ങയ്ക്ക് വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. തൃക്കരങ്ങളെ ഏൽപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.